محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ വേദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ സമർപ്പിച്ച് അവസാനം ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കൾ, നമ്മുടെ പള്ളികളുടെ പരിസരങ്ങളിലെ ഖബർസ്ഥാനുകളിൽ അന്തി ഉറങ്ങുന്നവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രപഞ്ചം എന്ന പേരിൽ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF പള്ളിമുക്ക് യൂണിറ്റ് സംഘടിപ്പിച്ചു വരുന്ന പ്രകീർത്തന സദസ്സിൻ്റെ 11ാം വാർഷികത്തിലെ 3ാം ദിനത്തിലാണ് നാം ഉള്ളത്. പ്രവാചക പ്രകീർത്തന വേദികളിൽ പ്രൗഢോജ്വല പ്രതിഭയായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാദിഹുർ റസൂൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി ഹഫിളഹുല്ലാ മഹാനുഭാവന്റെ പ്രഭാഷണ സദസ്സാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇനം എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രഭാഷകന് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എപ്പോഴും അദ്ദേഹത്തിനും അതുപോലെ നമുക്ക് നേതൃത്വം നൽകുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മുഹമ്മദ് എന്നാണ് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെടുന്നവൻ, പുകഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചതു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
നൂറിനെ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്താൻ ആ നൂറിനോട് കൽപ്പിച്ചു. ആ നൂറിനെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് മലക്കുകളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശയത്തിന് അർത്ഥവത്താകുന്ന തരത്തിലുള്ള ഒരു നാമം വെച്ചുകൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് മുഹമ്മദ് എന്ന പേര് അല്ലാഹു തെരഞ്ഞെടുത്തു. ആ പേര് അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തി വെക്കുകയും ചെയ്തു. വളമ്മൽ ഇലാഹു സ്മൻ നബിയ്യി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. അല്ലാഹുവിന്റെ പേരിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ ചേർത്തി വെച്ചു. അത് അർശിന്റെ ചുവട്ടിൽ അത് പ്രത്യേകം കൊത്തിവെക്കുകയും ചെയ്തു. അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെയുടെ സൃഷ്ടികർമ്മം കഴിഞ്ഞതിന് ശേഷം തല ഉയർത്തി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് സൃഷ്ടാവിന്റെ പേരും അതിനോടൊപ്പം കണ്ടത് ഒരു സൃഷ്ടിയുടെയും പേരാണ്. അപ്പോൾ അല്ലാഹുവാകുന്ന സൃഷ്ടാവിന്റെ പേരിനോടൊപ്പം ഒരു സൃഷ്ടിയുടെ പേര് ചേർത്തി വെക്കണം എങ്കിൽ ആ സൃഷ്ടിക്ക് വലിയ ബഹുമാനം ഉണ്ട്, ആ സൃഷ്ടിക്ക് വലിയ മഹത്വം ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭാഗത്ത് നിന്നുണ്ടായ ചെറിയ ഒരു മറവി, ഒരു സല്ലത്തുൽ ഖദം, അത് സംഭവിച്ചതിന്റെ പേരിൽ സ്വർഗീയ ലോകത്ത് നിന്ന് പുറത്തായപ്പോൾ അള്ളാഹുവിനോട് മാപ്പിരക്കാൻ വേണ്ടി ഈ നാമത്തിന്റെ അർഹനായ അല്ലെങ്കിൽ ഈ നാമത്തിന്റെ ഉടമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തു. അപ്പോൾ മുഹമ്മദ് എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമ്മാനി മുഹമ്മദ, അല്ലാഹു എനിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശ്വാസികൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി ക്രോഡീകരിച്ചതായ മങ്കൂസ് മൗലിദ്, ആ മങ്കൂസ് മൗലിദിൽ നമ്മൾ പാടുന്ന ഒരു വരിയാണ് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുഹമ്മദ് എന്ന പേരാണ് വെച്ചത്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചു കൊണ്ടിരുന്ന ആ അവസരത്തിൽ മലക്കുകൾ വന്ന് സന്തോഷം അറിയിക്കലുണ്ടായിരുന്നു. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ വന്ന് സന്തോഷം അറിയിക്കൽ ഉണ്ടായിരുന്നു. ആ സന്തോഷമറിയിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്, നീ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ പ്രസവം കഴിഞ്ഞതിനു ശേഷം അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബയുടെ ചാരത്തേക്ക് കൊണ്ടുചെന്നതും അവിടെ വെച്ച് മുഹമ്മദ് എന്ന നാമകരണം നടത്തിയതും എന്ന് ചരിത്രത്തിൽ കാണാം. അബ്ദുൽ മുത്തലിബ് ആ പേര് വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് ഈ പേര് വെച്ചത്? സാധാരണ നമ്മളുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം, നമുക്ക് ജനിക്കുന്ന കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ പേരാണ് വെക്കാറുള്ളത്. എന്തിനാണ് ഈ പേര് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബും പറഞ്ഞത്, അബ്ദുൽ മുത്തലിബിന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ. അബ്ദുൽ മുത്തലിബും പറഞ്ഞത്, ഈ കുട്ടി സർവരാലും വാഴ്ത്തപ്പെടേണ്ടതാണ്,
എല്ലാവരാലും വാഴ്ത്തപ്പെടേണ്ടതാണ്, എക്കാലവും പുകഴ്ത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, എന്റെ റബ്ബ് എനിക്ക് വെച്ച പേരാണ് മുഹമ്മദ് എന്ന്. വാഴ്ത്തപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന് അല്ലാഹു തആല വെച്ച ഒരു നാമമാണ് അൽ ഹമ്മാദൂൻ. ഹമ്മാദൂൻ എന്ന് എന്റെ ഉമ്മത്തിന് പേര് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഹമ്മാദൂൻ എന്നാൽ വാഴ്ത്തുന്നവർ എന്നാണ്. വാഴ്ത്തുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാഴ്ത്തപ്പെടുന്നവൻ എന്ന പേരും അവിടുത്തെ അനുയായികൾക്ക്, അവിടുത്തെ ഉമ്മത്തിന് ഹമ്മാദൂൻ വാഴ്ത്തുന്നവർ എന്നും പേരുവെച്ചു. വാഴ്ത്തുന്നവരാകുന്ന ഹമ്മാദീങ്ങൾ ഏത് കാലം വരെ ജീവിക്കുന്നുവോ ആ കാലമത്രയും വാഴ്ത്തിക്കൊണ്ടേയിരിക്കും ആ സമുദായം. ആരെയാണ് വാഴ്ത്തുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആര് എതിർത്ത് സംസാരിച്ചാലും, ആര് അതിനെ നിസാരപ്പെടുത്തിയാലും, എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് പ്രകീർത്തന വേദി സംഘടിപ്പിക്കുന്നത് എന്ന് ആര് പുറത്തു നിന്നും അഭിപ്രായം പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കാൻ അൽ ഹമ്മാദൂൻ എന്ന ഈ ഉമ്മത്തിന് സമയം ഇല്ല, സാധ്യം അല്ല. അവർ അവരുടെ സമയങ്ങൾ പരമാവധി ഉപയോഗിച്ച് വാഴ്ത്തപ്പെടേണ്ടുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആരെന്ത് പറഞ്ഞാലും അവർ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. നോക്കൂ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ റബീഉൽ അവ്വൽ മാസത്തെ നാം ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികൾ, അവർക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആഘോഷമാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കവലകളിൽ, നമ്മുടെ പള്ളികളിൽ എന്തൊരു ആഘോഷമാണ്, എന്തൊരു സന്തോഷമാണ് എല്ലാവരിലും. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പ്രകീർത്തിക്കപ്പെടുന്ന മാസമാണ്, അവിടുന്ന് വാഴ്ത്തപ്പെടുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും, എല്ലാ സമയങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകതരം ശൈലിയിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഴ്ത്തപ്പെടുന്നതും പുകഴ്ത്തപ്പെടുന്നതും പ്രകീർത്തിക്കപ്പെടുന്നതും മദ്ഹ് ചെയ്യപ്പെടുന്നതും എല്ലാം വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. കുറെ ആളുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെതിരെ രംഗപ്രവേശനം ചെയ്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു അനാചാരമാണ്, ഒരു സമ്പ്രദായമാണ് എന്നിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് ചില മുസ്ലിയാക്കന്മാർ അവരുടെ പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്നാൽ കാലം അനുദിനം സാങ്കേതികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഓരോ ദിവസവും സാങ്കേതികമായ രൂപത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ രംഗങ്ങളിൽ വലിയ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവരായി ആരും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നുപോയി. എല്ലാവരും മൊബൈൽ യുഗത്തിലാണ്. എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളാണ്. അതിൽ എല്ലാവർക്കും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ട്. അങ്ങനെ അതെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രബുദ്ധ സമൂഹം ഇവിടെ വന്നപ്പോൾ അതാ നേരത്തെ രംഗപ്രവേശനം ചെയ്ത ആളുകളുടെ കുപ്രചരണം കുറച്ചങ്ങ് കുറഞ്ഞു. എന്താണ് കുറഞ്ഞത്? കേരളത്തിൽ മാത്രമാണ് ഈ ഒരു മൗലിദ് സമ്പ്രദായം, പ്രകീർത്തന സമ്പ്രദായം ഉള്ളത് എന്ന ആ പ്രചരണത്തിന് കുറെ അയവ് വന്നിട്ടുണ്ട്. കാരണം ആര് ആ ഒരു അഭിപ്രായം പറഞ്ഞാലും പ്രബുദ്ധരായ ആളുകൾ അവരുടെ ഫേസ്ബുക്ക് തുറന്നു കാണിക്കുകയാണ്. ഇതാ കണ്ടോളൂ സൗദി അറേബ്യയിൽ നടക്കുന്ന മൗലിദ്, ഇതാ കണ്ടോളൂ യമനിൽ നടക്കുന്ന മൗലിദ്, ഇതാ കണ്ടോളൂ
പാകിസ്ഥാനിൽ നടക്കുന്ന മൗലിദ്, ഇതാ കണ്ടോളൂ ലണ്ടനിൽ നടക്കുന്ന മൗലിദ്, ഇങ്ങനെ തുടങ്ങി ഓരോ രാജ്യത്തും വ്യത്യസ്തമായ ശൈലിയിലും വ്യത്യസ്തമായ രൂപത്തിലും മൗലിദ് നടക്കുന്നത് അവരിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തോ പോയ അണ്ണാനക്കണക്ക് മറുപടിയില്ലാതെയായി പോയി. ഈ സമൂഹത്തിന് മറുപടിയില്ല. പിന്നെ അവർ മറ്റു ഭാഗങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ പുതിയ കാൽവെപ്പുകൾ നടത്തി. എന്താണ് പുതിയ കാൽവെപ്പുകൾ? ഒരു കാലഘട്ടത്തിൽ റബീഉൽ അവ്വൽ മാസം വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല, അത് തെറ്റാണ്, അത് അനാചാരമാണ് എന്ന് പറഞ്ഞ ആളുകൾ പഴയകാലത്ത് അവർ നടത്തിയിട്ടുണ്ട്. എങ്കിലും പിൽക്കാലത്ത് അവരുടെ പുസ്തകങ്ങളിൽ അവരുടെ സ്റ്റേജുകളിലൂടെയും എഴുതുകയും പറയുകയും ചെയ്തത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് മുഹമ്മദ് നബിയുടെ പേരിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് എഴുതിയിരുന്നവർ ഈ ഒരു ശൈലിയിൽ പ്രബുദ്ധരായ ആളുകൾ അവർക്ക് കാര്യങ്ങൾ തിരിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അവരതാ ആ ഒരു നിയമം മാറ്റി അത് പഴയ നിയമമാക്കി പുതിയ നിയമം അവർ കൊണ്ടുവന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ മുഹമ്മദ് നബിയുടെ പേരിൽ സമ്മേളനം സംഘടിപ്പിക്കണം. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി നബി സമ്മേളനം നടത്താൻ തുടങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രൂപത്തിൽ മൗലിദിനെ വിമർശിക്കുന്നവരാണ്, പ്രകീർത്തന വേദികളെ പരിഹസിക്കുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായിട്ട് ഒരു മാസത്തിൽ പ്രകീർത്തിക്കുന്നതിനെ വിമർശിക്കുന്നവരായിരുന്നു അവർ. എന്നാൽ അവർ ഇപ്പോഴത്തെ റബീഉൽ അവ്വൽ മാസമൊക്കെ ആയപ്പോൾ നബി സമ്മേളനം സംഘടിപ്പിക്കാൻ തുടങ്ങി. എന്നാലും അവർക്ക് നബി ദിന സമ്മേളനം നടത്താൻ അങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഭാവിയിൽ നബി ദിന സമ്മേളനം തന്നെ അവർ നടത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കുറെ കാലം അടിച്ചു പിരിഞ്ഞ് പരസ്പരം ഭിന്നിച്ചു കഴിഞ്ഞിരുന്നവർ തൗഹീദും ശിർക്കും എങ്ങനെ രാവും പകലും എങ്ങനെ ഐക്യപ്പെടും സഹോദരന്മാരെ ഇതുവരെ പ്രബുദ്ധരായ സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും അവർ ഒരു പേരിൽ എന്തിന്റെയോ പേരിൽ ഐക്യപ്പെട്ടുപോയി. എന്നാൽ അവരും തദ്ഖിറ എന്ന പേരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവർ സമ്മേളിക്കാനും സംഘടിക്കാനും തുടങ്ങി റബീഉൽ അവ്വൽ മാസത്തിൽ. അതുപോലെ തന്നെ മീലാദ് പ്രഭാഷണം, ആ പ്രഭാഷണം സംഘടിപ്പിക്കപ്പെടുന്ന പുത്തനാശയക്കാർ നേതൃത്വം കൊടുക്കുന്ന പള്ളികളിലെ മീലാദ് പ്രഭാഷണങ്ങളിൽ അതാ മുജാഹിദിന്റെ നേതാക്കന്മാർ മീലാദ് പ്രഭാഷണം നടത്താൻ മുന്നോട്ട് വരാൻ തുടങ്ങി. എന്തിനാണ് സഹോദരന്മാരെ? യഥാർത്ഥത്തിൽ അവർ ഈ ഒരു ശൈലിയിലൂടെ വന്നിട്ട് സുന്നികളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നടത്തുന്ന ഹക്കായ രൂപത്തിൽ നടത്തിവരുന്ന മൗലിദാഘോഷങ്ങളെ നിഷിദ്ധമായി വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ വേദികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു ചുവടുമാറ്റം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മഹത്വം കൊണ്ട് തന്നെയാണ്. അവിടുന്ന് മുഹമ്മദാണ്, അവിടുന്ന് വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. ആര് എന്തു പറഞ്ഞാലും അവിടുത്തെ വാഴ്ത്തുന്ന പരിപാടി, അവിടുത്തെ പ്രകീർത്തിക്കുന്ന പരിപാടി സുന്നത്തു ജമാഅത്തിന്റെ മക്കൾ നിർത്തിവെക്കുന്ന പ്രശ്നം ഇല്ല. അത് ഖിയാമത്തോളം തുടരും. അതിലും കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മഹ്ശറിൽ ഇന്നുവരെ അതാ ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ വിസമ്മതം പ്രകടിപ്പിച്ചോ അവർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന നാളാണ് മഹ്ശർ. ആ സഭ അവിടെ എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുമെന്നാണ് സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറയുമ്പോൾ
നബിതങ്ങൾ ശഫാഅത്ത് ചോദിച്ച് റെക്കമെൻഡ് ചെയ്ത് അള്ളാഹുവിന്റെ സമീപത്തേക്ക് അർശിന്റെ ചുവട്ടിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ വഅലുകളിലൂടെ കേട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അവിടുന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അസാ അയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും പ്രകീർത്തിക്കുന്നതാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച സർവ്വ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ ധിക്കാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വിസമ്മതിച്ചവരാണ്. അവർ അവിടെ വെച്ച് നബി തങ്ങളെ പ്രകീർത്തിക്കുന്നു. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വിസമ്മതം കാണിച്ച ആളുകൾ അവിടെ വെച്ച് നബി തങ്ങളെ പ്രകീർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സഹാബത്ത് നബി തങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ, താബിഈങ്ങൾ പ്രകീർത്തിക്കുമ്പോൾ, അവരെ പിന്തുടർന്ന് സർവ്വ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ ആ പ്രകീർത്തനം കേവലം വഅദ് പറയലിലൂടെയല്ല, കേവലം ഗദ്യത്തിലൂടെയല്ല, പദ്യത്തിലൂടെയും ഇവിടെ അൽഹംദുലില്ലാ ഇവിടെ അനാവരം ചെയ്യപ്പെടുന്നത്, ഇവിടെ അതാ വഅദ് പറയപ്പെടുന്നത്, പ്രകീർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വിഷയം ഖസീദത്തുൽ ബുർദയാണ്. ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് മഹാനവർകളുടെ ബുർദയെ സംബന്ധിച്ചാണല്ലോ ഇവിടെ ചർച്ച നടക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മഹത്തുക്കളും പ്രകീർത്തിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന പുത്തനാശയക്കാർ, ആ പുത്തനാശയക്കാർ നബിതങ്ങളെ പ്രകീർത്തിക്കുന്നതിന് എതിരായിരുന്നു, നബിതങ്ങളെ മദ്ഹ് പറയുന്നതിനെതിരായിരുന്നു. ആ എതിര് നിന്നവർ മുഴുവനും അസാ അയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു തആല നിയോഗിക്കുമല്ലോ. ശഫാഅത്തുൽ ഉളുമ എന്ന മഹത്തായ പദവി നൽകി നബി തങ്ങളെ ആദരിക്കുന്ന ഒരു സഭയാണ് മഹ്ശർ. ആ സ്ഥലത്ത് വെച്ച് എല്ലാ ഫിർഔൻമാരും നബി തങ്ങളെ പ്രകീർത്തിക്കുകയാണ്, എല്ലാ ഖാറൂനുമാരും നബി തങ്ങളെ പ്രകീർത്തിക്കുകയാണ്, എല്ലാ അബൂജഹലും നബി തങ്ങളെ പ്രകീർത്തിക്കുകയാണ്. അതിനുശേഷം കടന്നു വന്ന എല്ലാ പുത്തനാശയക്കാരും, അത് വഹാബികളാകട്ടെ, മൗദൂദികളാകട്ടെ, ഖാദിയാനികളാകട്ടെ, തബ്ലീഗുകാരാകട്ടെ, എല്ലാ പുത്തനാശയക്കാരും നബി തങ്ങളെ ജീവിതകാലത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ പ്രകീർത്തിക്കുമ്പോൾ അതിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സർവ്വ ആളുകളും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ വെച്ച് പ്രകീർത്തിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ അനർത്ഥമാക്കുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യന്മാര് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാറുള്ളത്, മനുഷ്യന്മാര് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാറുള്ളത്, മനുഷ്യന്മാര് മാത്രമല്ല നബിയോട് സങ്കടം ബോധിപ്പിക്കാറുള്ളത്. എല്ലാ ആളുകളും, എല്ലാ ജീവികളും, എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാറുണ്ട്, നബി തങ്ങളുമായി ബന്ധം പുലർത്താറുണ്ട്, നബി തങ്ങളെ കൊണ്ട് സലാത്തു ചൊല്ലാറുണ്ട്, തങ്ങളോട് സലാം പറയാറുണ്ട്. ഇന്നി ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ പരിചയമുണ്ട്. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ, ഞാൻ നബിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ആ കല്ലിനെ കാണാൻ കഴിയും. ആ കല്ല് എന്നോട് സലാം പറയൽ ഉണ്ട്. കല്ലുകൾ നബിയോട് സലാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ ഇരുന്ന കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചേതന വസ്തുക്കൾ, അചേതന വസ്തുക്കൾ, മദീനത്തുണ്ടായിരുന്ന മിമ്പർ കരഞ്ഞ സംഭവം മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ വസ്തുക്കളും പ്രകീർത്തിക്കുകയാണ്. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഒന്നിനെയും ഞാൻ പടയ്ക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് സർവചരാചരങ്ങളെയും അല്ലാഹു പടച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുന്നതിന് വേണ്ടി തന്നെയാണ്, തങ്ങളെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയാണ്. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വാഴ്ത്തുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല വാഴ്ത്തുകയാണ്, അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുകയാണ്. നോക്കൂ, പരിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷ നാമങ്ങളെയാണ്, പ്രകീർത്തനത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ മാത്രം അനിവാര്യ ഘട്ടത്തിൽ അത് ചില ഹിക്മത്തുകൾക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടി പ്രയോഗിച്ചത് അവിടുത്തെ വിശേഷനാമങ്ങളെയാണ്. വിശേഷിപ്പിക്കാൻ, പ്രകീർത്തിക്കാൻ, മദ്ഹ് പറയാൻ ഉപയുക്തമായ, മദ്ഹ് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വാചകങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദാണ്, വാഴ്ത്തപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്തോളം അതും കഴിഞ്ഞും വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഹമ്മാദിയങ്ങളിലാണ് ഞാനും നിങ്ങളും പെടേണ്ടത്. അല്ലാഹു അവിടുത്തെ യഥാർത്ഥ മാദിഹ്യങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ നമ്മളെല്ലാവരെയും ചേർത്തി തെരുമാറാവട്ടെ. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗലബ്ധിയാണ്. അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗം, ആ സ്വർഗമാകുന്ന നമ്മുടെ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. നാം ചോദിക്കുകയാണ്, എന്തിനാണോ നീ നിസ്കരിക്കുന്നത്? അത് സ്വർഗം കിട്ടാനാണ്. നോമ്പെടുക്കുന്നതോ അത് സ്വർഗം ലഭിക്കാനാണ്. ഹജ്ജ് ചെയ്തതോ അത് സ്വർഗം ലഭിക്കാനാണ്. ഏതിനും ഒരു ലക്ഷ്യമായി പറയുന്നത് സ്വർഗം ലഭിക്കാനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടില്ല. സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഉഇദ്ദത്തിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അവന്റെ നിരോധനകൾ വെടിഞ്ഞു ജീവിക്കുക. അതാണ് തഖ്വയിലെ ഏറ്റവും താഴെയുള്ള തട്ട്. അതാണ്. ധാരാളം മർത്തബകൾ തഖ്വയ്ക്കുണ്ട്. എന്നാൽ ഏറ്റവും താഴെയുള്ളതാണ് ഇംതിസാലു അവാമിരില്ല, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ നിരോധനകൾ വെടിയുക. അതിൽ തന്നെ ഒരാൾക്ക് മുത്തഖിയാകണമെങ്കിൽ ഒന്നാമതുണ്ടാകേണ്ടത് എന്താണ്? ഈമാനാണ്. ഈമാനില്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുത്തഖിയാവുക? ഒരാൾക്ക് മുത്തഖിയാകാൻ കഴിയില്ല. ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് മുത്തഖിയാകാൻ കഴിയില്ല. ഒന്നാമതുണ്ടാകേണ്ടുന്ന ഈമാൻ, വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ ഒരു കളങ്കവും വരാൻ പാടില്ല. അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ ഒരു കളങ്കവും വന്നു പോകാൻ പാടില്ല. അത് വന്നുപോയാൽ ശേഷമുള്ളതെല്ലാം ബാത്തിലായി പോകും. അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത്, അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് അല്ലാഹുവിന് കൈകാലുകൾ ഉണ്ട് എന്നാണോ? അല്ല. കൈകാലുകൾ ഉള്ള അല്ലാഹുവിനെ പ്രതിഷ്ഠിക്കുന്ന പുത്തനാശയക്കാർ നേരത്തെ പറഞ്ഞവരിൽ ഉണ്ട്. അല്ലാഹുവിന് കൈകാലുകൾ ഉണ്ട്. അല്ലാഹു കസേരയിൽ ഇരിക്കുന്നവനാണ്. അല്ലാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അങ്ങനെ ഒരു അല്ലാഹുവിൽ വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം ശരിയല്ല, അവൻ പിഴച്ച വിശ്വാസിയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരാൾ എത്ര നിസ്കാരം നിർവഹിച്ചാലും അവൻ മുത്തഖിയല്ല, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആ ഒരു വിശ്വാസത്തിൽ ഒരാൾ എത്ര നോമ്പെടുത്താലും എത്ര ഹജ്ജ് ചെയ്താലും അത് സ്വീകാര്യം അല്ല. അപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസം അത് കളങ്കമില്ലാത്ത വിശ്വാസമായിരിക്കണം.
ആ വിശ്വാസമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ അതിങ്ങനെ വളരെ വ്യക്തമായി ഒരു കളങ്കവും വരാത്ത രൂപത്തിൽ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമാകണം. അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചു ഒരാൾ മുഹമ്മദ് നബിയെ വിശ്വസിച്ചില്ല, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചില്ല, ആ റിസാലത്തുമായി ബന്ധപ്പെട്ട ഒന്നിനെയും വിശ്വസിച്ചില്ല. വിശ്വസിക്കാതെ ഇരുന്നാൽ അവന്റെ ഈമാൻ പൂർണ്ണം അല്ല, അവന്റെ ഈമാൻ ശരിയായിട്ടില്ല, അവൻ വിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണല്ലോ തൗഹീദ്, അതാണ് തൗഹീദ്. എന്നാൽ ഇത് രണ്ടും വിശ്വസിക്കുന്ന ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും വിശ്വസിക്കുന്ന ഒരാൾ, അയാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. എന്തുകൊണ്ടല്ലാതെ ഇല്ലാ ലിമഹബ്ബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ. അപ്പൊ സ്നേഹം ഒന്ന് വേറെ, വിശ്വാസം ഒന്ന് വേറെ, രണ്ടും രണ്ടാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണയിട്ട് പറയുകയാണ്. വല്ലാഹി സുമ്മ വല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, അഥവാ വിശ്വാസത്തിൽ കമാലിയത്തുണ്ടാവുകയില്ല, വിശ്വാസത്തിൽ പൂർണ്ണതയുണ്ടാവുകയില്ല. ഏതുവരെ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, ഭർത്താവിനേക്കാൾ, എല്ലാ ജനങ്ങളെക്കാളും, എല്ലാ മുതലാളിമാരെക്കാളും, എല്ലാ ശിഷ്യന്മാരെക്കാളും, എല്ലാ ഉസ്താദുമാരെക്കാളും, എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അളന്ന സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ ഈമാൻ അളന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ നേരത്തെ തന്നെ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞതാണ്. അതിനെ കവച്ചു വെക്കാൻ പിന്നെ ആർക്കും സാധ്യമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് കിട്ടിയതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്നപ്പോൾ അതാ ശത്രുക്കൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ് സമീപിച്ചത്. എന്റെ മുഹമ്മദ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ആക്ഷേപമാണ്, പരിഹാസമാണ്. എന്താണ് വിഷയം? ആ ഏഴാകാശവും ചുറ്റിക്കറങ്ങി അതിനു മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയി ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, എനിക്കതിൽ സംശയം ഇല്ല. പിന്നെ അവിടെ യുക്തി കൊണ്ട് പരിശോധിക്കുന്നില്ല, തന്റെ യുക്തിക്ക് നിരക്കുന്നോ എന്ന് ഗവേഷണം ചെയ്യുന്നില്ല. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന ചോദ്യമൊന്നും വരുന്നേയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ നബി അത് പറഞ്ഞിട്ടുണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ. അത് നേരത്തെ തിട്ടപ്പെട്ടതാണ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പരിശോധിക്കുകയാണ്. ഉമറേ, എത്രയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം? അവിടുന്ന് പറഞ്ഞു, എന്റെ ഈ ആത്മാവ് കഴിഞ്ഞാൽ, എന്റെ ഈ ശരീരം കഴിഞ്ഞാൽ ഞാൻ എല്ലാറ്റിനേക്കാളും പ്രിയം വെക്കുന്നത്, എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്നത് അങ്ങയെ മാത്രമാണ് നബിയേ. അപ്പോൾ പറഞ്ഞു, ലസ്ത മുഅ്മിന, നീ മുഅ്മിനായിട്ടില്ല ഉമറേ, മുഅ്മിനായിട്ടില്ല.
ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടിപ്പോയി. അവിടുത്തേക്ക് കാര്യം മനസ്സിലായി പോയി. ആത്മാവിനെയും സ്വന്തം നഫ്സിനെയും ശരീരത്തെയും എത്ര സ്നേഹിച്ചുവോ ആ സ്നേഹമെല്ലാം പറിച്ചങ്ങ് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ നഫ്സിനേക്കാൾ, എന്റെ ആത്മാവിനേക്കാൾ, എന്റെ സർവ്വതിനേക്കാളും തങ്ങളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് നബിയേ എന്ന് പറഞ്ഞപ്പോഴാണ് നീ ഇപ്പോഴാണ് ഒരു ഒറിജിനൽ മുഅ്മിനായത് കേട്ടോ. ആ ഈമാനിൽ പിന്നെ ഒരു കണിക പോലും ഉമറിന്റേത് കുറഞ്ഞിട്ടില്ല. അബൂ ലുഅ്ലുഅത്തിന്റെ കുത്തേറ്റുകൊണ്ട് രക്തം വാർന്നു കിടക്കുന്ന അവസരത്തിൽ പോലും സ്വന്തം മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, ആയിഷ ഉമ്മയുടെ സമീപത്തേക്ക് ചെന്നിട്ട് പറയണേ, ഈ പാവപ്പെട്ട ഉമറിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തൊന്ന് കിടക്കാൻ വലിയ ആഗ്രഹമുണ്ട്, വലിയ കൊതിയുണ്ട്. അതുകൊണ്ട് അവിടുത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കായി ഒന്ന് മാറ്റിത്തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അനുവദിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അതിനുശേഷം ഒരു കണിക പോലും കുറഞ്ഞിട്ടില്ല ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേത്. പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, ഈമാൻ ശരിയാകണമെങ്കിൽ അതിൽ മഹബ്ബത്ത് വേണം. മഹബ്ബത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വേണം, സ്നേഹം വേണം. ആ സ്നേഹം കൊണ്ടല്ലാതെ ഈമാൻ പൂർണ്ണമാകില്ല. ആ സ്നേഹം അത് എങ്ങനെയാകണം എന്ന് എവിടെ നിന്നാ മനസ്സിലാക്കേണ്ടത്? ആ സ്നേഹം എങ്ങനെയാണ്, ആ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? അത് സഹാബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. സഹാബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. സഹാബത്തിനെ വായിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കണമെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. മറുവശം കൂടി വായിച്ചാൽ ഏത് വിശ്വാസം പാടില്ല, ഏത് സമീപനം പാടില്ല എന്ന് പഠിക്കാൻ കഴിയും. സഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മുനാഫിഖുകളാകുന്ന ഒരു സംഘം, കപടവിശ്വാസികൾ എന്നാണ് മുനാഫിഖുകളുടെ അർത്ഥം. ആ കപടവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചതെങ്ങനെയാണ്? ആ സമീപനം കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ഏത് സമീപനമാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്, ഏത് സമീപനമാണ് നമ്മൾ നബിയോട് പുലർത്തേണ്ടത് എന്ന് നമുക്ക് സുതാര്യം വ്യക്തമാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ മുഹമ്മദ് ജൗഹരി, സയ്യിദ് മുഹമ്മദ് ജൗഹരി തങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചുരുക്കുകയാണ്. നമ്മുടെ പ്രഭാഷകൻ ഫാറൂഖ് നഈമി ഉസ്താദ് അവர்கள் നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ അല്ലാഹു തൗഫീഖ് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കേണ്ടതും അവിടുത്തെ സ്നേഹിക്കേണ്ടതും ആരെ മാതൃകയാക്കിയിട്ടാണ്? സഹാബത്തിനെ മാതൃകയാക്കിയിട്ടായിരിക്കണം. ആമിനു കമാ ആമനന്നാസ്, അന്നാസാകുന്ന സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾ അത് ഉൾക്കൊള്ളും. എന്നാൽ കപടവിശ്വാസികൾ, അവർക്ക് നിസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, അവർ നബിയോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, പള്ളിയിൽ സജീവമായി ഇടപെടാറുണ്ട്. പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല, നബിയെ അങ്ങോട്ട് പരിപൂർണമായി ഉൾക്കൊള്ളാനാകുന്നില്ല, സഹാബത്ത് ഉൾക്കൊള്ളതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വന്തത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെ അല്ല കേട്ടോ. സ്വന്തത്തെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല, നിങ്ങളെപ്പോലെയുള്ള രൂപഭാവങ്ങളാണ്, ഞാൻ മനുഷ്യപ്രകൃതിയിൽ ജനിക്കപ്പെട്ടവനാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ.
മനുഷ്യപ്രകൃതിയിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജിന്നല്ല, മലക്കല്ല, മനുഷ്യപ്രകൃതിയിലാണ് ജനിച്ചത്. എന്നാൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു, ഇന്നി ലസ്തു മിസ്ലക്കും, നിങ്ങളെ പോലെയല്ല കേട്ടോ. ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപത്തിലല്ല, നിങ്ങളുടെ ഭാവങ്ങളിലല്ല, നിങ്ങളെ പോലെയല്ല, ഒരു നിലക്കും അല്ല. തികഞ്ഞ അസാധാരണത്വമുള്ള വ്യക്തിത്വമാണ്. ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മുനാഫിഖുകളായ നിസ്കാരക്കാർക്ക്, മുനാഫിഖുകളായ നോമ്പുകാർക്ക്, മുനാഫിഖുകളായ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഹാബത്ത് നേരെ തിരിച്ച്, ആ സഹാബത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അസാധാരണത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം അസാധാരണ ശരീരമാണ്. അവിടുത്തെ ശരീരത്ത് സ്പർശിച്ചത് മുഴുവനും അനുഗ്രഹീതമാണ്. നബി തങ്ങളുടെ ശരീരത്തുള്ള എല്ലാ വസ്തുക്കളും, നമ്മൾ മ്ലേച്ഛമെന്ന് പറയുന്ന വസ്തുക്കൾ വരെ, നമ്മളുടെ ശരീരത്തിൽ നിന്നും വിസർജ്യമായി പുറത്തു പോകുന്ന മ്ലേച്ഛം എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തുന്ന സംഗതികൾ ഏതെല്ലാം ഉണ്ടോ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അത് അസാധാരണമാണ്, അത് അസാധാരണമാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം കിട്ടിയപ്പോൾ, അഥവാ അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ട് അവിടുത്തെയുടെ രക്തം അതൽപ്പം കിട്ടിയപ്പോൾ അത് സന്തോഷത്തോടുകൂടെ കുടിച്ചിറക്കിയവരാണ് സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അതിങ്ങനെ വടിച്ചെടുത്ത് കുപ്പിയിലാക്കി അക്തറിനേക്കാൾ സുഗന്ധത്തോടുകൂടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. നബിതങ്ങൾ വുളൂ ചെയ്യുമ്പോൾ നബിതങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചതായ വെള്ളം, ആ വെള്ളം അത് കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിച്ചവരാണ് സഹാബത്ത്, ശണ്ട കൂടിയവരാണ് സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ മുടിമുണ്ഡനം ചെയ്തപ്പോൾ നബിതങ്ങൾ തന്നെ ആ മുടിയെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് അതാ തിരക്ക് കൂട്ടിയവരായിരുന്നു സഹാബത്ത്. കിട്ടിയ മുടിയതാ വളരെ പവിത്രമായിട്ട്, കിട്ടിയ നിധിയേക്കാൾ വലിയ ഒരു നിധിയായിട്ട് അവിടുന്ന് സൂക്ഷിച്ചു വെച്ചവരായിരുന്നു. നബി തങ്ങൾ നഖം മുറിച്ചപ്പോൾ ആ നഖം വിലപിടിപ്പുള്ള പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച പാത്രത്തിൽ വെള്ളം കുടിക്കാൻ വലിയ വ്യഗ്രത കാട്ടിയവരായിരുന്നു. അങ്ങനെ തുടങ്ങി നബി തങ്ങൾ ധരിച്ച ജുബ്ബ, ആ കുപ്പായം, അത് സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല അത് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുക ചെയ്തവരായിരുന്നു സഹാബികൾ. ആ സഹാബികളാണ് നബി തങ്ങളെ ആദരിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തന്നത്. ആ സഹാബികളെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ആദരിക്കുകയും ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ആ ശൈലിയിലാണ് നമ്മുടെ താബിഈങ്ങൾ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. ആ ആദരവിന്റെ സ്വഭാവമാണ് പിൽക്കാലക്കാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നത്. അവരാണ് നമുക്ക് കൈമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നബി തങ്ങളെ സമീപിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ മറുഭാഗത്തുള്ള കപടവിശ്വാസികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ അവരതാ വെറും സാധാരണ മനുഷ്യനായി കണ്ടവരാണ്. വെറും കേവല ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നബിതങ്ങളെ സാധാരണക്കാരനായി കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ്, കപടവിശ്വാസികളുടെ നേതാവാണ്. ആ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ലഅനത്തുല്ലാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വത്തെ ചോദ്യം ചെയ്തു. നബി തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ചതായ വെള്ളം അവൻ ഉപമിച്ചത് സ്വന്തം ഭാര്യയുടെ മൂത്രത്തോടാണ്. നഊദു ബില്ലാഹ്. ആ രൂപത്തിൽ നബി തങ്ങളെ അവഹേളിച്ച്, നബി തങ്ങളെ പരിഹസിച്ച്. എന്നാൽ നിസ്കാരം ഉണ്ട്, എന്നാൽ നോമ്പെടുക്കാറുണ്ട്, എന്നാൽ അതുപോലെ പള്ളിയുമായി ബന്ധപ്പെടാറുണ്ട്. അതേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് ബഹുമാനം വകവെച്ചു കൊടുക്കാതെ ആ കുടുംബത്തെ പരിഹസിക്കാൻ വേണ്ടി മുൻനിരയിൽ ഉണ്ടായിരുന്നത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന പതിവ്രതയായ സൂക്ഷ്മതയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിയിട്ട് വ്യഭിചാര ആരോപണം നടത്താൻ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഈ കപട വിശ്വാസികളുടെ ലീഡറായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അപ്പോൾ നബിതങ്ങളെയും നബിതങ്ങളുടെ കുടുംബത്തെയും അവിടുത്തെ ആധാറുകളെയും അവിടുത്തെയുമായി ബന്ധപ്പെട്ട് സുന്നികൾ ആദരിക്കുന്ന സർവ്വതിനെയും സർവ്വ വസ്തുക്കളെയും പരിഹസിക്കുകയും നിസാരപ്പെടുത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നത് ആരുടെ മാതൃക പിൻപറ്റി ജീവിക്കുന്നവരാണെന്ന് നമുക്ക് ഈ രണ്ടുപേരെയും വിലയിരുത്തിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്നത് മുനാഫിഖിന് പറ്റുന്ന പണിയല്ല. മുനാഫിഖിന് സഹിക്കാൻ കഴിയില്ല, കപട വിശ്വാസിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ അതിനെ ബഹുമാനിക്കുന്നത് അവൻ സാധ്യമല്ല, മുനാഫിഖിന് സാധ്യമല്ല. ആധാറുകളെ നിസാരപ്പെടുത്തും. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ജനിക്കാനായത് വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ദീനിന്റെ നൂറ് എത്തിയിട്ടുണ്ട്. നബി തങ്ങളെ കണ്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ധാരാളം നബി കുടുംബത്തിൽപ്പെട്ട ധാരാളം മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. നമ്മുടെ ഓരോ വേദികളിലും സയ്യിദന്മാര് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിലെത്രയോ അനുഗ്രഹങ്ങളിൽ എടുത്തു പറയാൻ പറ്റിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാർ നമ്മുടെ നാടുകളിൽ ഉണ്ട്, കേരളത്തിൽ ഉണ്ട്. ആ ആധാറുകൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെക്കുന്ന, നബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ഹദീസുകൾ പറയാനും അത് പഠിപ്പിക്കാനും അവിടുത്തെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ മൊഴിമുത്തുകൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് എല്ലാ ഇഷ്ടത്തെയും മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞ, എല്ലാ നിലക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹാനവർകൾക്കാണ് അതിന് അല്ലാഹു തആല നിയോഗം നൽകിയത്. പക്ഷേ അത് കിട്ടിയപ്പോൾ സഹാബത്തിനെ പിന്തുടർന്ന് അവരുടെ വിശ്വാസവും അവരുടെ ആദരവും അവരുടെ സ്നേഹവും മാതൃകയാക്കിയ വലിയൊരു സമൂഹം അതിനെ ഉൾക്കൊണ്ടു, ഏറ്റെടുത്തു, അതിനെ ആദരിച്ചു, ബഹുമാനിച്ചു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ നമ്മുടെ മർക്കസിൽ എല്ലാ റബീഉൽ അവ്വലിന്റെയും ആദ്യത്തെ തിങ്കളാഴ്ച പ്രദർശിപ്പിക്കുകയാണ്. അതിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. വേറൊരു രസം കേൾക്കണോ? ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഏതൊരു പദ്ധതിയുമായി വന്നാലും ആ പദ്ധതികളെല്ലാം വിജയിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങണ്ട. ഉസ്താദിനെ വിമർശിക്കാൻ മാത്രം ഒരുമ്പിട്ടിറങ്ങിയ ഒരു സമൂഹമുണ്ട്, അവരങ്ങ് വിജയിപ്പിക്കുകയാണ്. ഷഅർ മുബാറക് പ്രദർശനം, അത് സിറാജിൽ നമ്മുടെ പത്രമായതുകൊണ്ട് ചെറിയൊരു വാർത്ത കൊടുക്കും. അതിൽ കവിഞ്ഞൊരു വാർത്ത കൊടുക്കാറില്ല. ഒരു പോസ്റ്റർ ഇല്ല, ഒരു ഫ്ലക്സ് അടിക്കലില്ല, അല്ലെങ്കിൽ ഒരു പ്രചരണമില്ല. പിന്നെ പ്രചരണം നടത്തുന്നതോ ഈ വിമർശകരാണ്. ഇപ്പൊ അതാ മർക്കസിലേക്ക് സംഭാവനകൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നേർച്ചപ്പെട്ടി, ആ നേർച്ചപ്പെട്ടി അതിങ്ങനെ കൊടുത്തപ്പോൾ സുന്നികളായ പലരും ആ നേർച്ചപ്പെട്ടിയുടെ വിവരം അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും സുന്നികളിൽപ്പെട്ട ഒരു നല്ലൊരു വിഭാഗം ആളുകളും അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അറിഞ്ഞില്ല. അതിനെ പ്രചരിപ്പിച്ചതാരാ? അതിനെ പ്രചരിപ്പിച്ചത് എ.പി. ഉസ്താദിനെ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളാ. അവരിങ്ങനെ പ്രചരണം ഏറ്റെടുത്തു. അത് പ്രചരണം ഏറ്റെടുത്തപ്പോൾ സുന്നികൾക്ക് വലിയ സന്തോഷമായി. അവരറിയാൻ തുടങ്ങി, അവർ അതിന്റെ ആളുകളായി മാറി. അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓടി നടക്കുക. പേരോട് ഉസ്താദ് പറയലുണ്ടല്ലോ, സിറാജുൽ ഹുദയ്ക്ക് കുറെ കടങ്ങളുണ്ട്, അതിങ്ങനെ നേർച്ചകളായിട്ട് വരുന്ന സംഖ്യകൾ, ആ സംഖ്യകൾ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്നാൽ ഉസ്താദിന്റെ
സ്ഥാപനത്തിലേക്ക് സംഭാവന ഉസ്താദിന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് പ്രചരിപ്പിച്ചു മുജാഹിദിന്റെ നേതാക്കളും പ്രവർത്തകരും. അവരിങ്ങനെ അതിന്റെ പ്രചരണം ഏറ്റെടുത്തപ്പോൾ ആ നേർച്ച സംഖ്യ ഇങ്ങനെ കൂടുതൽ വരാൻ തുടങ്ങി. ഇപ്പോൾ അൽഹംദുലില്ലാ സിറാജുൽ ഹുദയുടെ സമ്മേളനങ്ങൾക്ക് വരികയാണ്. അൽഹംദുലില്ലാ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉദാഹരണം പറയാം. ഖാദിസിയയുടെ സമ്മേളനം എടുത്തു വരികയാണ്. ഖാദിസിയ എന്ന ആ സ്ഥാപനത്തെ കൊല്ലൂർ വിളയിലെ എല്ലാ വീടുകളിലും പരിചയപ്പെട്ടു കഴിഞ്ഞു. ആ സ്ഥാപനത്തെ കൊല്ലൂർ വിളയിലെ എല്ലാ വീടുകളും പരിചയപ്പെട്ടു കഴിഞ്ഞു. എല്ലാ വീടുകളും ഖാദിസിയ എന്ന സ്ഥാപനത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇറങ്ങിയിട്ടില്ല. സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഖാദിസിയ എന്ന സ്ഥാപനത്തെ ഏത് നിരക്കാണോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത് വാസ്തവമാണോ എന്നറിയാൻ വേണ്ടി ആ ആളുകൾ എല്ലാവരും ഖാദിസിയയിലേക്കൊന്ന് വരിക. ഒരുപാട് ദൂരമൊന്നുമില്ല. കൊട്ടിയത്തിനപ്പുറത്ത് കഴുത്തലയിലാണല്ലോ ഖാദിസിയയുള്ളത്. ആ സ്ഥാപനത്തിലേക്ക് നേരിട്ട് വന്നാൽ എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്, നല്ല രൂപത്തിലാണോ പരിചയപ്പെടുത്തിയത്, മോശമായ രൂപത്തിലാണോ പരിചയപ്പെടുത്തിയത്, രണ്ടും വാസ്തവം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അതിന്റെ നേതാക്കൾക്ക് അതിനെ ചുക്കാൻ പിടിക്കുന്ന വന്യരായ സിറാജുൽ ഉലമ അടക്കം ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞ് സഖാഫി അടക്കം എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് സഹാബത്തിന്റെ മാതൃകയിലാണ്. സഹാബത്ത് പഠിപ്പിച്ച ആ ഒരു രീതിയിലും ഭാവത്തിലും ശൈലിയിലുമാണ് നമ്മൾ മുത്തുനബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രകീർത്തിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നത്. ആ വഴിയിൽ തന്നെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ വന്യരായ ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മഹാനവറുകളെ ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചായക്കടയിൽ ചെന്നിട്ട് അതാ രാവിലെ തന്നെ വലത് കൈയിലേക്ക് ഒരു ചായ വാങ്ങും, ഇടത് കൈയിലേക്ക് വാഴക്കാപ്പം വാങ്ങും. വലത് കൈ കൊണ്ട് ചായ കുടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് വാഴക്കാപ്പം തിന്നിട്ട് രുചിക്കുന്നില്ല. പിന്നെ അവർക്ക് രുചിക്കണമെങ്കിൽ കാന്തപുരത്തിന്റെ പച്ചമാംസം ഫ്രൈ ചെയ്തത് കൂടി തിന്നാലേ അവർക്ക് ടേസ്റ്റ് ആയിട്ട് ഇതിറങ്ങാൻ കഴിയുള്ളൂ. ആ ഒരു തരത്തിലേക്ക് ഇന്നത്തെ സമൂഹം, നമ്മുടെ കവലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു സാധാരണ മുസ്ലിമിനെ സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, ഒരു സാധാരണ മുസ്ലിമിനെ ചീത്ത പറയുന്നത് തന്നെ അത് തെമ്മാടിത്തരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അങ്ങനെയുള്ള തെമ്മാടികളായി അതപ്പതിച്ചു പോകരുത്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, സാദാത്യങ്ങളെ ബഹുമാനിക്കണം. ഇത്തരം സദസ്സുകളെ ബഹുമാനിച്ച് ഇത്തരം സദസ്സുകളിലേക്ക് നമ്മൾ സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് ജൗഹരി തങ്ങളെ ആദരപുരസ്സരം ക്ഷണിച്ച് തൽക്കാലം വാക്കുകൾക്ക് വിടാവ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلى حضرة نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم وعلى آله